കാണാൻ നഖം വെട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും വലിയ അറിവാണ്, ഇതിന് മാത്രം ഇങ്ങനത്തിനൊന്നും നിങ്ങൾക്ക് ഇല്ല. എന്താ നബീസോ, ഞാൻ ഇവിടുന്ന് നഖം വെട്ടിയാൽ നഖം മുറിയില്ലേ? നഖം ഇവിടുന്ന് വെട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിക്കാട് ഇത് വൃത്തിയായിക്കാട് പുറത്ത് കൊണ്ടുപോയിട്ടാൽ മതി. നഖം കടിച്ചിന കുറെ ആൾക്കാരുണ്ട്, അതാണ് വലിയ തെറ്റ്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചട്ടെ, ചീത്തയൊന്നും പറയരുതിട്ടാ. നാളെ നമ്മളെ സുക്കൂറ് പോവുകയാണല്ലോ, ഞാൻ ഓനെ ഇറങ്ങണ്ടൊന്ന് കാണാൻ പോട്ടെ. അതിനെന്താ നബീസോ, ഇജ്ജ് പോയിക്കോ. എൻ്റെ കുട്ടി പോണ്ട കാണാൻ എനിക്ക് പൂതി ഉണ്ടാവൂലേ? ഇജ്ജ് പോയിക്കോ, അതിന് ചൊരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യം എന്നോട് പറയാണ്ട് കേട്ടോ. ഇജ്ജ് പോയിനേസേ വന്നല്ലെങ്കിൽ ഓൻ്റെ ഒപ്പം ദുബായിക്ക് ജാണ്ട് പോവുക, അല്ലെങ്കിൽ അബൂൻ്റോടാണ് കൂടിക്കോണ്ടി. ഈ പടി പിന്നെ ഇങ്ങോട്ട് നബീസ് ചോട്ടണ്ട. അബൂനെ ഏതായാലും ഇപ്പൊ പെണ്ണുങ്ങൾ പെജാതെ എടുക്കുകയാണല്ലോ, ഓനെ സഹായത്തിന് ഒരാളും ആവും അവിടെ. ഓന്റെ വർത്താനൊന്നും നബീസു അജ്ജ് ഇന്നോട് ഇങ്ങോട്ട് പറയണ്ട. ഓന്റെ വർത്താനം പറഞ്ഞാലേ ഇച്ചി ഉസുറുമുളില്ലാത്ത വർത്താനം പറയാണ്ടാവുള്ളൂ. വേറെ എന്തേലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഇജ്ജ് പറയേ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അബ്ബാസ് വിളിച്ചീനേ 3 മാസം കഴിഞ്ഞിട്ട് ദുബായിക്കാണ് ചെല്ലാന് പാസ്പോർട്ട് ശരിയാക്കാൻ പറഞ്ഞേക്കണു. ഇങ്ങനത്തെ വർത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയാ നബീസോ. എന്നാലേ അന്റെ ഇന്റെ പാസ്പോർട്ട് കണ്ട് എടുത്തോ. അത് ഇനി പുതുക്കാനൊക്കെ ആയിക്കോളാന്ന് അറിയില്ല. ഞാൻ ഇന്ന് തന്നെ ആ ട്രാവൽസിൽ ഒന്നാണ് കൊണ്ടേ കൊടുക്കാം. അതിനെന്തിനാ മനസ്സിലാ നിങ്ങളെ പാസ്പോർട്ട് ശരിയാക്കണോ? അതെന്താ നബീസ് വെച്ചാ അങ്ങനെ പറയേണ്ടത്? ഒരു പാസ്പോർട്ട് രണ്ടാൾക്ക് പോകാൻ പറ്റുമോ? ഇന്ത്യവും ശരിയാക്കണ്ടേ? അതിന് മനസ്സിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നോട് മാത്രമേ അവൻ പോരാൻ പറഞ്ഞിട്ടുള്ളൂ. ഇജ്ജ് മാത്രമേ പോണുള്ളൂ നബീസോ. അപ്പൊ ഇനിയിപ്പോ 3 മാസം കഴിഞ്ഞാലേ ഈ പെരന്റെ ഉള്ളില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂല്ലേ? എന്റെ മരുവൾ ആദ്യം പോയി, രണ്ടാമത്തെ പോലെ പോവാൻ നിക്കണു. പിന്നെ ഇപ്പൊ ആരും ഇല്ലല്ലോ, ഇജ്ജ് ദുബായിക്ക് പോവാൻ നിക്കണു. ഇജ്ജേതും ദുബായ് ഒന്ന് കണ്ടുപോവാ നബീസോ. പിന്നെ എന്റെ ദുബായിലുള്ളപ്പോ മരുവൾക്കേ എത്ര മാസം ഇപ്പൊ പള്ളിയിലുള്ളത്? ഓർക്കിപ്പതേ 6 മാസാണ്. ഞാൻ നിങ്ങളോട് ഇന്നാളിപ്പോ കണക്കൊക്കെ പറഞ്ഞാ നീന്നില്ലേ? അപ്പൊ ഇജ്ജ് പറഞ്ഞ കണക്കിൽ ഇവിടെ ഇപ്പോ 6, 3 മാസം കഴിഞ്ഞിട്ടല്ലേ പോണ്ടേ? 6, 3, 9 മാസം. സംഗതി ഇപ്പച്ച പുറത്തം കിട്ടി. എന്റെ മരുവൾക്കൊരു പാർപ്പേർത്തിയായി ഇജ്ജണ്ട് എത്തിയാല്. നല്ല പഠിപ്പാണ് ഏതായാലും മക്കൾക്ക്. എന്റെ അവിടെ മരുവൾക്കൊരു പാർപ്പേറ്റിന് വെക്കുകയാണെങ്കിലേ ഒരു പിൽപ്പേരിനാകണമെങ്കിൽ നാട്ടിലൊരു 1.5 ലക്ഷം ഉറുപ്പ്യെങ്കിലും വരും. ആ സ്ഥാനത്തെ 30,000 40,000 ഇമ്മാക്ക് ടിക്കറ്റ് എടുത്തുകാണ്ടേ മോനാണ് ദുബായിക്കാണ് കൊണ്ടുപോയാല് ഇമ്മാക്ക് ദുബായ് കാണലുമായി ഒരു 3-6 മാസം നിർത്തിക്കാണ്ട് അവിടെ ഒരു പാർപ്പേറ്റി പണി എടുത്തുകാണ്ട് അനക്ക് കണ്ട് പോരും ചെച്ച. ഏതായാലും വേഗം പോയിക്കോ. സുക്കൂറുള്ളപ്പ വരുന്നത് എന്തിനാപ്പം ഇനി അതാവോ? അവൻ്റെ പോക്കൊക്കെ ശരിയായിക്കണല്ലോ. ഈ പൈസക്കേറ്റ വരുന്നാവോ കാണണ്ട. അമ്മോങ്ങാക്ക മാറണ്ട, ഇങ്ങോട്ട് വരി. എത്തപ്പോ ഇതിപ്പോൾ ഈ ഗേറ്റ് കൂട്ടിയിട്ട് നിർത്തിയിട്ടില്ലേ? ഞാൻ വണ്ടി തുടക്കുന്നു സുക്കൂർ, എന്നെ കണ്ടിട്ട് മാറിയതൊന്നല്ല. വണ്ടിയൊക്കെ തുടച്ച് മിനിക്കാണ് നിങ്ങളെടുക്ക പോണു? ഇന്ന് നമ്മളെ അസിൻ്റെ അവിടെ കല്യാണമാണേ വട്ടപ്പറമ്പില്, അതിന് പോകാൻ വേണ്ടി നിൽക്കണ് ഞാൻ വന്നെന്താ വെച്ചാലേ ഞാൻ നാളെ വൈകുന്നേരം പോവാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പോക്കൊക്കെ ശരിയായത്. അപ്പൊ പറയാൻ വേണ്ടിട്ട് പോന്നേനു. പോക്ക് ശരിയായ വിവരം ഞാൻ അറിഞ്ഞേക്കണു. നാളെ വൈകുന്നേരമാണല്ലേ? നിങ്ങൾ രണ്ടാളും കൂടി തന്നെയല്ലേ പോണത്? ഓൻ്റെ കാക്ക ഓന് മെഡിക്കൽ ശരിയാവാഞ്ഞിട്ടേ ഓന് പോരാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് പോണത്. ഇൻഷാ അല്ലാ, എന്നാ ഏതായാലും ഒക്കെ പോയി ഉഷാറായി വാട്ടാ. ഈ പോകുമ്പോഴേ ഈ ആൾക്കാരെ സാധനങ്ങളൊന്നും കൊണ്ടോണ്ട, പിന്നെ അത് എനിക്കൊരു ബുദ്ധിമുട്ടാവും. സാധനം ആർക്കും വാങ്ങണമെന്നില്ല കാക്ക. എനിക്ക് ആവശ്യമുള്ള കുറച്ച് തുണിയും കുപ്പായും വേറെ ഒന്നുമില്ല. പിന്നെ അമ്മായിയൊക്കെ ഇവിടെ? അമ്മായിയൊക്കെ രാവിലെ തന്നെ പോയിക്കൊണ്ടടാ. ഇജ്ജ് വന്ന കാര്യം ഞാൻ പറഞ്ഞോണ്ട് ഇനി ഇജ്ജൊന്ന് ഫോണിക്കാണ് വിളിച്ച് പറയും ചെയ്താണ്ടിട്ടാ. ഞാൻ അമ്മായിന്റെ ഫോണിക്ക് വിളിച്ചോണ്ടാക്കാം. അല്ല, ഞാൻ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടി ചോദിച്ചാൽ മറന്നു, ഇപ്പാൻ്റെ ഇമ്മാൻ്റെ ഒക്കെ വർത്താനം എന്താ? ഇജ്ജിപ്പോൾ എവിടുന്നാ പോണത്? ഇവിടുന്ന അതാ അവിടുന്ന എങ്ങനെയൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്? ഞാൻ പിന്നെ ആണ്ട് ഇതുവരെ പോയിട്ടില്ല. ആ പ്രശ്നം കാരണം പിന്നെ എനിക്കാണ്ട് പോകാനൊരു മടിയാണ്. അതിന്റെ കഥ ഒന്നും പറയണ്ട. പെരിയിൽ ഞാൻ പോയിനു. ഇപ്പാനോട് ഉമ്മാനോട് പറയാൻ വേണ്ടിയിട്ട് പോക്ക്. ഇപ്പാനെ കണ്ടില്ല, ഇമ്മാനെ കണ്ടു. ഉമ്മാനോട് പോക്കൊക്കെ പറഞ്ഞു. എത്ര ആയാലും ഇപ്പല്ലേ സുക്കൂറെ, ഞാൻ കണ്ട് യാത്ര പറഞ്ഞു പോകണട്ടോ. നാളെ വൈകുന്നേരം വരെ സമയമില്ലേ? എൻ്റെ ഇടയിലൊന്ന് പോയി കണ്ട് യാത്ര പറഞ്ഞു പോയിക്കൊണ്ടിട്ടാ. ഇപ്പാണെന്നുള്ള ചിന്ത എനിക്കുണ്ട് കാക്ക. ഞാൻ മോനാണെന്നുള്ള ചിന്ത ഇപ്പാക്കില്ലല്ലോ. ഞാൻ കണ്ടോണ്ട് കൊടുന്നെങ്കിലും കണ്ടിട്ട് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഇൻഷാ അല്ലാ നിങ്ങൾ ദോരക്കോണ്ടി. ഇൻഷാ അല്ലാ എന്നാ ജയ് പോയൊക്കെ ഉഷാറായി വാട്ടാ. ഞാൻ ദോരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ മരുവോള് പണ്ടം കട്ടുകൊണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ. ആ പണ്ടപ്പോൾ ഇവിടുന്ന് കുളിമുറിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീടറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയിക്കണേ ആ വിവരം ഒന്ന് പറയാം. എന്തെല്ലാം വർത്താനമാണ് അതുകൊണ്ട് ഉണ്ടായത്?
ഒരു കാര്യം ചെയ്യുക, ആ പെണ്ണിനോടും ആ കുടുംബത്തോടും പോയിട്ട് മാപ്പ് പറയാം. അതല്ലാത്ത വേറൊരു വൈജായി കാണുന്നില്ല. പണ്ടം ഇജ്ജ് പറഞ്ഞ മാതിരി കിട്ടിയൊക്കെ ചെയ്തേക്കണു. നാട്ടുകാർ മുഴുവൻ അത് അറിഞ്ഞും ചെയ്തേക്കണു. ഞാൻ പിന്നെ എന്നോട് പിന്നെ അത് പറയായി. പിന്നെ ഇനിയിപ്പോൾ അതിനിപ്പോൾ ഞാൻ അവിടെ പോയി മാപ്പൊക്കെ പറയണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തായാലും അവിടെ പോയി മാപ്പ് പറയൽ നിർബന്ധമാണ്. അത്രത്തോളം ഐറ്റങ്ങൾ അവിടെ വേദനിച്ചേക്കണം. നമുക്കത് അറിയാത്ത കാര്യമില്ല. ഐറ്റങ്ങളെ വേദന ഐറ്റങ്ങൾക്ക് അറിയുള്ളൂ, എങ്ങനെയൊക്കെ വേദനിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഞാൻ ഒറ്റക്ക് പോകാൻ വല്ല വിഷയം ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. നമുക്കത് പരിഹരിച്ച് നല്ല ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി കാര്യം ബോധ്യപ്പെടുത്തുക. പോയി പറയണമെങ്കിലേ നമുക്കവിടെ പോയി പറയാം. നാളെ എൻ്റെ ചെക്കൻ പോവാണ്. എന്നോട് പോകുമെന്ന് വന്നുകാണ്ട് പറഞ്ഞിട്ടില്ല. ഈ ഇറോണ്ടൊക്കെ കാര്യം പറയാത്തത്. ഓനോടെ ഇറങ്ങിപ്പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി അവിടെ നിന്ന് കയറിച്ചല്ല. എനിക്കാണെങ്കിൽ ഇപ്പം തടികൊണ്ടും തീരെ വെച്ച ഓരോരോ സോക്കേട് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. നമുക്ക് രണ്ടാൾക്കും കൂടി പോയിക്കാണ്ടേ എൻ്റെ മരുവളോടും ഓളെ വാപ്പാനോടൊന്നും പൊരുത്തപ്പെടിപ്പിച്ചടാ. ചെറുക്കൻ്റെ പോക്കൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. അപ്പോൾ അതൊക്കെ പോയിട്ട് മതി, വല്ലാതെ വിൽക്കണ്ടെന്ന് മാത്രം. നിൻ്റെ ആവശ്യമുണ്ടോ പോരണ്ട? നിങ്ങൾ ബന്ധുക്കളല്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ് തീരുകയാണെങ്കിൽ അതല്ല നല്ലത്. ഇനി അതല്ല ഞാൻ പോരണമെങ്കിൽ പോരും ചെയ്യാം, ആ വിഷയമല്ല. ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ. എൻ്റെ കുട്ടി ഇപ്പോൾ നാളെ പോവുകയാണെന്ന് ഞാനോട് പറഞ്ഞല്ലോ. ഒരു 2-3 വട്ടേ എന്നെ കാണാനെൻ്റെ കാരം ഒരു 2-3 വട്ടം ഇവിടെ വന്നേക്കൂടും. എന്നൊന്നും ശരിക്കും കണ്ടിട്ടില്ല. അങ്ങോട്ട് കയറി ചെല്ലാവരും മടിച്ചിട്ടാണ്. എൻ്റെ മനസ്സിലുള്ള കിബറോണ്ടാണ് ഞാനവിടെ പോവാത്ത വെച്ച് തോന്നുന്നത്. വല്ല വേദന എൻ്റെ മനസ്സിൽ. എൻ്റെ കുട്ടീനെ ഫോണിന് മുന്നേ കാണാൻ പൂതിയൊക്കെ ഉണ്ട്. അത് സാരമില്ല, ബാപ്പയും മക്കളും തമ്മിലല്ല, അത് എല്ലായിടത്തും ഉണ്ടാവും. ഓൻ പോയി ഒക്കെ നല്ല നിലക്കാവട്ടെ. അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെയാണ് മാറും. ഓൻ പോയതിൻ്റെ ശേഷം നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ പറഞ്ഞ് ശരിയാക്കാം. അതൊന്നും വിഷയമല്ല. മനസ്സിൻ്റെ അടുത്ത് തന്നെയല്ലേ തെറ്റുപറ്റുക. എന്നാൽ പിന്നെ ഇജ്ജ് പറഞ്ഞ മാറിക്കാൻ നമുക്ക് ചെല്ലാം. ഓനെയും ഓൻ്റെ കുട്ടികളെയും ഓൻ്റെ അമ്മോസനെയൊക്കെ ഞാൻ കുറേ വേദനിപ്പിച്ചിരുന്നു. ഇച്ചിപ്പോൾ അതിൽ വല്ലാത്തൊരു പശ്ചാത്താപമുണ്ട്. സോക്കട ഓരോന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ആ പെരിയിൽ പോയി ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചണം. സംസോ ആ ഇങ്ങോട്ട് വാ. ഇതാ ജി വീരാക്കാനോട് ഇതിനെ പറ്റി എന്താ പറഞ്ഞത്? ജി വേണ്ടാത്ത അർത്ഥന പറയരുതിട്ടാ. എത്ര ചൂടാണ്ട് കാര്യം എന്താ വെച്ചാൽ പറയാ. ഞാൻ മജീദാക്കാൻ്റെ വീടിൽ നിൽക്കുമ്പേ വീരാങ്കട വന്നുകാണ്ട് ഇന്നെ കുറേ ചീത്ത പറഞ്ഞു. ഇജ് എന്തൊക്കെ അയാളോട് പറഞ്ഞു കൊടുത്തത്? അയാളെ മോൻ സുക്കൂർ കോട്ടേഴ്സ് നോക്കുന്നുണ്ട്, ഞാനാണ് കോട്ടേഴ്സിന് നോക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് ഞാനേ ഓൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഓൻ്റെ പെണ്ണുങ്ങളെ പെരിയിലാണ്. അപ്പോളേ ആ കുട്ടികളും മദ്രസക്കും സ്കൂൾക്കും പോകണം വെച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇവിടെ നാട്ടിൽ തന്നെ കോട്ടേഴ്സ് ആക്കാൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇജാ കോൽമ കുത്തിക്കൊണ്ട് ഒന്നായിട്ട് പറഞ്ഞ് വളർത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് താനെ പറഞ്ഞു. ഇജ ആരോടും പറഞ്ഞിട്ടില്ലല്ലേ? അയാൾ എന്നെ ചീത്ത അറിഞ്ഞതിന് ശേഷേ മജീദാക്ക എൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇജാണ് പറഞ്ഞതെന്ന് ഇജ് കയറുന്നുള്ളല്ലോ. കുഞ്ഞാൽ ആ വർത്തമാനത്തിൻ്റെ അടിയിൽ കൂടി ഞാൻ പറഞ്ഞേക്കുന്നു. നിങ്ങളെ തമ്മിൽ തല്ലിച്ചാനൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. ഇതിങ്ങനെ ആവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുമില്ല. പറഞ്ഞത് പറഞ്ഞു, ആളെ നോക്കി പറയണം. ഇജ അല്ലിങ്കത്തിൻ്റെ നാട്ടിൽ കോൽമ കുത്തിയാണ്. ആ വീരാങ്കാരുടെ സ്വഭാവം എനിക്കറിയില്ലേ? ഇഞ്ഞങ്ങാനും ഇന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ചെവി ഞാൻ കുക്കിച്ചു. കുഞ്ഞാനെ പറയാനുള്ളത് ഞാൻ ഏതായാലും പറഞ്ഞു. ഇനി അങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല. ഇനി ഇതൊരു വിഷയമാക്കി എടുക്കല്ലേ. ബിന്ദുവാ എവിടെ ഇജ്? ഇവിടെ ഇല്ലേ? എന്താ നബീസാത്ത? എനിക്ക് നൈറ്റ് ആയിരുന്നേ, ഞാൻ കിടക്കായിരുന്നു. എന്താ പാത്രത്തില്? ഇതടി കുറച്ച് ചക്കരിച്ചോറ വെച്ചതാണ്. വരാത്തല്ലേ എന്ന്. ആ കുട്ടികളൊന്നും ഇല്ലായിട്ടും ഒക്കെ ബാക്കിയാണ്. ഏതായാലും ഒരു ആണ്ടർതി അല്ലേ, ഞാൻ വെക്കാതെ എന്നിട്ടില്ല. എന്നാ നോൽമ്പ് ഇവിടെ അടുത്തല്ലേ? കുട്ടികളൊന്നും അവിടെ ഇല്ലാണ്ട് ഒരു രസവും ഇല്ല. ഒച്ചപ്പാടും ബഹളം ഒന്നും കേൾക്കണമില്ല. ഷുക്കൂറും കുട്ടികളൊക്കെ വന്നിരുന്നില്ലേ? എടി കുട്ടികൾ വന്നിട്ടില്ല. സുക്കൂർ വന്നീനു ഇന്നലെ. ഓനെ നാളെ പോവുകയാണേ. അത് പോക്ക് പറയാൻ വേണ്ടിട്ട് വന്നീനു. ഷുക്കൂർ പോവുകയാണ്. വീരാങ്കാക്കാൻ്റെ അടുത്തൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് പോണ കാര്യം? എടി സുക്കൂർ വന്നപ്പോ ഇപ്പൊ അവിടെ ഉണ്ടായില്ല. ഓനും ഓന്റെ പെണ്ണുങ്ങളവിടെ നിന്നാണ് ഇറങ്ങണതേ. ഓ ഇറങ്ങണ നേരത്തെ എന്നോടാണ് ചെല്ലാൻ പറഞ്ഞിക്കണു. നിങ്ങൾ പൊയ്ക്കൊണ്ടു കേട്ടോ. വീരാങ്കാക്കാനോട് ചോദിച്ചിട്ടേ അവനെ മക്കൾ ഇറങ്ങണത് കാണുന്നത് ഒരു തന്നെയല്ലേ.
എടി എൻ്റെ കുട്ടി പോണത് വെച്ച് കാണാൻ നല്ല പൂതിയുണ്ട്. അതിൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ. അതിനോട് ചോദിച്ചാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെയാട് കയറ്റൂല. പിന്നെ ചെറിയ കാര്യം പറയാണ്ടെടി, ഞാനും പോവാണ് 3 മാസം കഴിഞ്ഞിട്ട് അബ്ബാസിൻ്റെ അടുത്തേക്കേ. നിങ്ങളും ബീരാങ്കാക്കും പോവാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. എന്നിട്ട് ഇപ്പൊ പോക്ക് ഇപ്പൊ തീരുമാനമായോ? അബ്ബാസിന്റെ ഭാര്യയ്ക്ക് വയറ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? എടി ഞാൻ മാത്രം പോണുള്ളൂ, വീരാങ്കാക്ക പോരുന്നില്ല. ഓക്കിപ്പോ അത് 7-ാം മാസാണ്. പെറ്റെടുക്കാനാവുമ്പോ നിന്നോടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോളെ പ്രസവം എടുക്കാൻ പോവുക? ഞാൻ വിചാരിച്ചു ഓൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോവുകയാണെന്ന്. ഞാൻ ബീരാങ്കാക്കനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടാണ്ട് പോയിട്ട് അത് ഇവിടെ ഒറ്റയ്ക്ക് ഇടങ്ങാറാവൂലേ? ഇജ്ജ് പറഞ്ഞ കാര്യം തന്നെയാണ്. പാർപ്പേരത്തിയായി പോവുകയെന്നെയാണ് ഞാൻ. വീരാങ്കാക്ക് എന്നോട് അതന്നെ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ കാർട്ടൂണും നമ്മൾ മക്കൾ പറയുമ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ? വീരാങ്കാക്കാണെങ്കിൽ ഒറ്റയ്ക്കാണ്, അത് അറിയായിട്ടൊന്നല്ല. അതിഞ്ഞേ അഞ്ചന്മാരോടൊക്കെ നിന്നോളും. ഇളച്ചിനോടൊന്ന് പറയും വേണത് പോകേണ്ട കാര്യം. ഒരു 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിക്കോളും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ ആമീൻ അന്തൻ യുആഫി വ യുകാഫി മസീദ. അപ്പൊക്ക ഞാൻ ഇറങ്ങല്ലേ? ശുക്ര എന്നാ ഇറങ്ങ, ഒക്കെ റാത്താവും. ഞാൻ പോയിട്ടമ്മ ഇറങ്ങിക്കൂടി അങ്ങോട്ട്. അസ്സലാം. ഒക്കെ റാത്തായിട്ട് പറ്റേ. അതൊന്നും വേണ്ട. അല്ല അതിന്റെ ആവശ്യമൊന്നും. അപ്പോക്കാ ഈ പെട്ടിയെടുത്താണ് ഞാൻ ആ ബാഗ് എടുക്കട്ടെ. ആയിക്കോട്ടെ. കുഞ്ഞോനൊന്ന് വണ്ടി സൈഡാക്കി. ഇപ്പാണല്ലോ പോകണ്ടേ, അത് പറഞ്ഞാട്ടെ. ഇപ്പ ഞാൻ പോവാണ് കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ കുറേ വട്ടം പെരയിൽ വന്നിരുന്നു, നിങ്ങളെ കണ്ടില്ല. പിന്നെ ഞാൻ കാരണം ഒക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കണമെങ്കിൽ